ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി വെച്ചിട്ടുള്ള രണ്ട് അടിപൊളി റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ റേഷൻ പച്ചരിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വാഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നിങ്ങൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാത്രി ഇത് കുതിർത്താൻ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് കുതിരാൻ വേണ്ടി ഒരു 3 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് വാരി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് വേണം ഈ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്തിട്ട് വെള്ളം പോകാൻ വാരി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി ഇതിലേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കാൻ പറ്റുന്ന മിക്സി ആണെങ്കിൽ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതൊരു കപ്പിലാണോ ചോറ് എടുത്തിട്ടുള്ളത്, അരി എടുത്തിട്ടുള്ളത്, അതേ പാത്രത്തിൽ തന്നെ നമ്മൾ പകുതി ചോറ് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തപ്പോൾ 1/2 ഗ്ലാസ് ചോറ് എടുത്തു കൊടുത്തു. ആ ഒരു അളവിലാണ് വേണ്ടത്. നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു പാത്രത്തിൽ വേണം ബാക്കി എല്ലാ അളവും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ പകുതി ചോറും പകുതി വെള്ളവും കേട്ടോ, അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ തീരെ തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ തരികൾ തീരെ ഉണ്ടാക്കാൻ പാടില്ല. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഏകദേശം ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിലും ഒരിക്കലും ലൂസായി പോകരുത്, അതിലും ഒരുപാട് ടൈറ്റായും പോകരുത് കേട്ടോ. ഈ ഒരു കറക്റ്റിൽ തന്നെ വേണം. കണ്ടോ, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കണ്ടോ, നമുക്ക് കാണുമ്പോൾ അറിയില്ലേ ദോശമാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത്. തവിയുടെ ബേക്കിൽ നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കവറായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ. ഈ പറഞ്ഞ അളവ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ നന്നായി ചൂടായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ടു ലോ, മീഡിയത്തിൻ്റെ ലോയിൻ്റെ ഇടയിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്, ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു അപ്പം നമുക്ക് എന്താ പറയുക, മീൻകറിയുടെ ഒപ്പവും ഇറച്ചിക്കറിയുടെ ഒപ്പവും എന്തിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വിട്ട് കുക്കാക്കണ്ട, അപ്പോൾ വല്ലാണ്ട് ഹാർഡായി പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് പോലും ആകൂല ഓരോ അപ്പങ്ങളും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇത് മുട്ടയപ്പമാണ്. മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക. തീ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകാനും പാടില്ല, എന്നാൽ ചൂട് കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മറക്കാതെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ചൂട് ചായക്കൊപ്പവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നല്ല ആരെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതും നമ്മൾ പച്ചരി, 1 ഗ്ലാസ് പച്ചരി കൊണ്ടാണ് റെഡിയാക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചിട്ടുള്ളതാണ്. വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് വാരി ഊറ്റി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ മിക്സിയുടെ ജാർ എടുക്കാം. ഇത് ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. വലിയ ജാറാണെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആയിട്ടൊക്കെ അരച്ചെടുക്കാം. ഇത്രയുള്ള വലിയ ഗ്ലാസ്സല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യം എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇതിനൊരു കുഞ്ഞ് തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് തരിയൊന്നും ഉണ്ടാകരുത്, ജസ്റ്റ് ചെറിയൊരു തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. രണ്ടാം ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അവസാനത്തെ ബാച്ചിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായി, ഒരു 1/4 ടീസ്പൂൺ എന്താ പറയുക ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും ചെറിയ ജീരകവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ മട്ടേരിയാണ് വയ്ക്കുന്നത്, അതിൻ്റെ ചോറാണ് ചേർത്ത് കൊടുത്തത്. ഏതൊരു ചോറും കുഴപ്പമില്ല. 1/4 കപ്പ്, വലിയൊരു ഗ്ലാസ്സിന് അരി എടുത്തുകൊണ്ടാണ് ഒരു 1/4 കപ്പ് ചോറ് ചേർത്തത്. നിങ്ങൾ 250 ml കപ്പിലൊക്കെയാണ് ഒരു കപ്പ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ 3 പ്രാവശ്യം ആയിട്ട് അരച്ചതല്ലേ, അതുകൊണ്ട് അവസാനമാണ് നമ്മൾ ഏലക്കയും ജീരകവും അരച്ചത്. അതുകൊണ്ട് മാവ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സാക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി ഇതിലേക്ക് ഞാനൊരു 3.5 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ കപ്പിൽ തന്നെ, നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ്, 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ചെയ്ത് ഇത് ഉരുക്കി ഇങ്ങനെ കുറുക്കി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇത് നന്നായിട്ട് ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഈ നല്ല ചൂട് കൊടുക്കുക തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറൊന്നും ഉപയോഗിക്കാതെ ഉള്ളൊരു കുക്കറപ്പമാണ്, അതായത് കലത്തപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാവിലേക്ക് ശർക്കര, നല്ല തിളച്ച ശർക്കര ഒഴിച്ച ഉടനെ അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും അറിയുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ കുറച്ച് എന്താ പറയുക തേങ്ങയുടെ കഷ്ണങ്ങളും ഉള്ളിയൊക്കെ ഞാനൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 പിഞ്ച് മുതൽ ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ അപ്പസോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 പിഞ്ച് അപ്പസോഡയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കലത്തപ്പം തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് പാത്രത്തിൻ്റെ എല്ലാവരുടെയും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൊത്തും ചെറിയുള്ളി ചെറുതായിട്ട് കട്ടാക്കി ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. പാത്രം നല്ല ചൂടുണ്ടാവണം. ചൂടുണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഹൈ ഫ്ലെയിം ഉണ്ടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബാക്കി തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡോളം മാത്രം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1 മിനിറ്റ് ഒന്നും വെക്കേണ്ട കേട്ടോ. എന്നിട്ട് 1 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് മാത്രം, 1/2 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു പാന് അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ആ പാനൊന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ആ പാൻ വെച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള പാനാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബാറ്ററുടെ വെച്ച പാത്രം കൂടി വെച്ച് കൊടുത്തിട്ട് എനിക്കിതൊരു 15 മിനിറ്റ് എടുത്തിട്ടോ. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 15 മിനിറ്റ് എടുത്തു എനിക്കിത് റെഡിയായി വരാനായിട്ട്. ചില ഗ്യാസിൻ്റെ പിന്നെ തീയുടെ വലുപ്പത്തിനും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മാവിനും പാത്രത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടൈമിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ടാണ് വെന്ത് വന്നത് കേട്ടോ. കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് വന്നോളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുറം ഭാഗം ഇവിടെ ഒന്ന് മൊരിയിപ്പിച്ചിട്ടാണ് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ആ പാനിലേക്കൊന്ന് തിരിച്ചിട്ട് ഞാനൊന്ന് മൊരിയിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ ആ ഫ്ലെയിം ഓഫാക്കിയ പാടെ ആ പാനിലൊന്ന് വെച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടോ, പാത്രം കണ്ടോ, സിമ്പിളായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ ഇതിൻ്റെ പുറമൊന്ന് ഞാനൊന്ന് മുൻഭാഗം മുകളിൽ ഞാനൊന്ന് മൊരിയിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ തന്നെ എടുത്താലും മതി. അവിടെ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ചൂടാണ്. ഞാൻ ചൂടോടെ തന്നെയാണ് കട്ടാക്കുന്നത്. നിങ്ങളിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കൈകൊണ്ട് പോലും പിടിക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് പൊളിച്ച് കാണിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും സാധിക്കുന്നില്ല. അത്രയും നല്ല ചൂടാണ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ചൂടുണ്ട് ഉള്ളിലോട്ടൊക്കെ, ചെറുതായിട്ടൊന്ന് ചൂടുണ്ട്. അപ്പോൾ ഇതാ നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പാകത്തെ മധുരമുള്ള ഒരു അടിപൊളി കൽത്തപ്പമാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി കൽത്തപ്പമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായവും അറിയിക്കുക. അത് ഈ 2 റെസിപ്പിയിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് അതും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.